വളരെ കാലത്തിന് ശേഷം എൻ്റെ മനയിൽ ഒരു അതിഥി വന്നിരിക്കുന്നു. നമസ്കാരം. ചാത്തന്റെ മനയിലേക്ക് സ്വാഗതം അല്ലേ. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ആളാരാന്ന്, ഒറിജിനൽ ആണെന്ന് പറയരുതെന്ന് പറഞ്ഞു. ആരടുത്തും പറഞ്ഞു. അവർ പേടി തോന്നുന്നു. ആ സിനിമ കണ്ടപ്പം എന്നാണപ്പം ഞാനാണെന്നൊരു എനിക്ക് തോന്നിയില്ല. അപ്പൊ പേടി തോന്നിയാലും എനിക്ക് അപ്പം ചെറിയ പേടിയൊക്കെ തോന്നി. എന്നെ സ്കൂളിൽ ഇപ്പം ചാത്താന്ന് വിളിച്ചോണ്ടിരിക്കും. എനിക്ക് പ്രേതനൊന്ന് കാണണമെന്നൊക്കെ ഉണ്ട്. മമ്മൂട്ടി സാറിനെ എപ്പോഴാ കണ്ടത്? മമ്മൂട്ടി ചോദിച്ചത് ഇവനാണോ ചാത്തന്? ഓ, ചോദിച്ചു ഇവനാണോ എന്റെ ചാത്തനല്ലേ. ചാത്തൻ അല്ലേ. എങ്ങനെയാണ് ആ സിനിമയിലേക്ക് വന്നതെന്ന്? ഞാൻ ഒരു ഡാൻസ് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ശിവ ഡാൻസ് വേൾഡ് എന്നാണ് ആ ഡാൻസ് സ്കൂളിൻ്റെ പേര്. അവിടെ എൻ്റെ മാസ്റ്റർ കാരണമാണ് എനിക്ക് അവസരം കിട്ടുന്നത്. മാസ്റ്ററിൻ്റെ പേര് വെളിയൻ രാജേഷ് മാസ്റ്റർ എന്നാണ്. ഇതിപ്പോൾ ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുവാണല്ലേ, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്, ഇൻ്റർവ്യൂ വന്നാൽ പറയാൻ വേണ്ടിയിട്ട്. സിനിമ കണ്ടിറങ്ങിയപ്പോൾ എല്ലാവരെയും പോലെ ഞാനും തെറ്റിദ്ധരിച്ചത് ഗ്രാഫിക്സ് ആയിരിക്കും എന്നാണ്. ശരിക്കും ആ ഒരു പോർഷൻ, മോൻ അഭിനയിച്ച ആ ഒരു പോർഷൻ ഭയങ്കരമായിട്ട് നമുക്ക് ആ മേക്കപ്പും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ഒരു ഫീല് വരും. അറപ്പും നമുക്ക് പേടിയും അറപ്പും ഒരേപോലെ വരും. കാരണം ചാത്തനെ കത്തിച്ച് കഴിഞ്ഞിട്ട് ചാത്തൻ കത്തി അമർന്ന് പിന്നെയാണ് മോൻ വരുന്നത്. ഈ സീൻ മോനോട് നേരത്തെ പറഞ്ഞിരുന്നോ ഇപ്പോൾ രാജേഷ് സാറൊക്കെ? അതൊന്നും പറഞ്ഞില്ല. പക്ഷെ ആ കത്തി കഴിഞ്ഞാൽ ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പറഞ്ഞായിരുന്നു. ആ, അത് മമ്മൂട്ടിയാണെന്നൊക്കെ പറഞ്ഞിരുന്നോ? അതൊക്കെ പറഞ്ഞു. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അല്ലേ? എന്ത് ഡാൻസാ പഠിക്കുന്നത്? സിനിമാറ്റിക്. ആഹാ, പൊളി. ഈ ഫിലിമുകാരെങ്ങനെയാ രാജേഷ് സാറിന്റെ അടുത്തേക്ക് വരുന്നത്? ഡയറക്ടർ സാറില്ലേ, രാഹുൽ സാറ്. ഡയറക്ടർ സാറാണെങ്കിൽ റംസാൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. റംസാൻ മാസ്റ്ററിന്റെ ശിഷ്യനായിരുന്നു. അങ്ങനെ മാസ്റ്ററിന്റെ അടുത്ത് ചോദിച്ചാണ് പിന്നെ എന്നെ ഒരു മെലിഞ്ഞ ഫ്ലെക്സിബിൾ ആയിട്ടൊരു ആളെ വേണമെന്ന്. മാസ്റ്ററാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. മെലിഞ്ഞ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളായിരുന്നു. അങ്ങനെയാണ് ബ്രഹ്മയുഗത്തിൽ എത്തിപ്പെട്ടത് അല്ലേ? ആ കണ്ണില്ലേ ഒരു കറുത്ത ഇതായിട്ടാണ് വെച്ചിരുന്നത്. അതിനകത്ത് എന്തെങ്കിലും വെച്ചിരുന്നോ? ഒറിജിനൽ കണ്ണിനകത്ത് വല്ല ലെൻസ് വെച്ചിരുന്നോ? ലെൻസ് വെച്ചിരുന്നു. അപ്പോൾ ഈ മേക്കപ്പ് പിടിച്ചു നോക്കുമ്പോൾ എങ്ങനെയാണ്? സ്റ്റിഫായിരുന്നു? എങ്ങനെയായിരുന്നു? നല്ല സോഫ്റ്റ് ആയിരുന്നു. അല്ലാണ്ട് നമുക്ക് ഈ കാണുന്ന പോലത്തെ ഒരു അറപ്പ് ഫീൽ ചെയ്യത്തില്ല. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിങ്? എൻ്റെ ഷൂട്ടിങ് 3 ദിവസമായിരുന്നു. അത് ഒരു ദിവസം കൊണ്ട് തീർത്തു. മേക്കപ്പ് ഏകദേശം 5 മണിക്കൂർ എടുത്തല്ലേ? വെളുപ്പിന് 5 മണി തൊട്ട് തുടങ്ങി. എന്നിട്ട് 12 മണിയായപ്പം തീർന്നു. എവിടെയായിരുന്നു ഈ സെറ്റൊക്കെ ഇട്ടിരുന്നത്? എറണാകുളത്തായിരുന്നു. അവിടെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയിലായിരുന്നു സെറ്റ്. ആദ്യമായിട്ടല്ലേ സിനിമയിൽ അഭിനയിക്കുന്നത്? 2023 മുതൽ എനിക്ക് ഒന്ന് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം 2024 മാർച്ച് വരെ കാത്തിരുന്നു അല്ലേ ഈ സിനിമയുടെ വിശേഷങ്ങൾ മറ്റുള്ളവരുമായിട്ട് പറയാനല്ലേ? അവർ കരാറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ട് ഇത് ഗ്രാഫിക്സ് ആണെന്ന് ആളുകൾ വിചാരിക്കട്ടെ, ഒറിജിനൽ ആണെന്ന് പറയരുതെന്ന് പറഞ്ഞു. ആരടുത്തും പറഞ്ഞു. അവരുടെ പേടി പോകുന്നു. പേടി പോകുന്നു. മോന്റെ ഒറിജിനൽ മുഴുവൻ പേരെങ്ങനെയാ? ആകാശ് ചന്ദ്രൻ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്. 8ാം ക്ലാസ്സിൽ. ഇപ്പോഴേ പുതിയ ഏതെങ്കിലും പടം വന്നിട്ടുണ്ടോ? പുതിയ പടം വന്നിട്ടില്ല. ഒന്നും ആരും ചാൻസ് വെച്ച് വന്നിട്ടില്ല. ഫേമസ് ആയില്ലേ? കുറച്ചായതേ ഉള്ളൂ അല്ലേ? പേടിക്കണ്ട, അടിപൊളിയായിട്ട് ഫേമസ് ആവട്ടെ. ഓക്കെ, ഇങ്ങനെ ഇരുന്നാൽ ഫേമസ് ആവത്തില്ല. നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കണം. ഓക്കെ, ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്യണ്ടേ നമുക്ക്? അപ്പൊ സ്ട്രോങ് ആയിട്ട് ഇരിക്കണം. അതിലെ മൂവ്മെന്റ്സ് ചെയ്തെന്ന് പറഞ്ഞു. ആ മൂവ്മെന്റ്സ് നേരത്തെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരുന്നോ മാഷ്? അതില് ചെയ്ത മൂവ്മെന്റ്സ് മാസ്റ്റർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് അതൊക്കെ ഒന്ന് വേറെ രീതിയിലൊന്നും ഒന്നുകൂടെ ആക്കിയെടുത്ത് ഇപ്പം അതിന്റെ ഔട്ട് കണ്ടായിരുന്നു അപ്പം തന്നെ? അതായത് നമ്മൾ അഭിനയിച്ച് കഴിയുമ്പോൾ തന്നെ ആ സീൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുമായിരുന്നു. കണ്ടിരുന്നോ? അങ്ങനെ കണ്ടില്ല. പിന്നെ സിനിമയിൽ വന്നപ്പോഴാണോ കണ്ടേ? ഇത് എവിടെ വരും എങ്ങനെ വരും എന്നൊന്നും അറിയത്തില്ലായിരുന്നു. അഭിനയിച്ചു, തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു അല്ലേ? എത്ര രൂപ പ്രതിഫലം കിട്ടി? അത് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനും ചുമ്മാ ചോദിച്ചു. അമ്മ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല അല്ലേ? അഭിനയിച്ച കുഞ്ഞിനോട് പോലും പറഞ്ഞിട്ടില്ല. സാരമില്ല, എന്താണെങ്കിലും നെക്സ്റ്റ് പടത്തിൽ അല്ലെങ്കിൽ നെക്സ്റ്റിൽ നല്ല മുഖം, അതായത് ഇപ്പം നമ്മൾ ബോഡിയും ആക്ഷനുമാണ് കാണിച്ചേക്കുന്നത്, മുഖം കാണിച്ചിട്ടില്ല. മുഖം കാണിക്കാൻ മൊത്തം മേക്കപ്പാണ്. ആ മേക്കപ്പിനെ ഇല്ലാണ്ട് നല്ലൊരു കിടിലൻ റോളിലേക്ക് വരട്ടെ. ആ സിനിമയിലെ ഈ ഒറിജിനൽ സിനിമ കാണാൻ പോയില്ലേ? അപ്പോൾ ആളുകളോട് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ മാത്രമല്ലേ അറിയത്തുള്ളൂ ഇന്ന പോലെ മോൻ അഭിനയിച്ചിട്ടുണ്ടെന്ന്, ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളത്. അപ്പം ഒറിജിനൽ കാണാൻ പോയപ്പോ എന്ത് തോന്നി? ഇവിടെ നിന്ന് ആരൊക്കെ കൂടിയാ പോയത്? ഞാനും അമ്മയും ചേട്ടനും പോയി. ആ സിനിമ കണ്ടപ്പം കുറച്ച് എന്നാണപ്പോ ഞാനെന്നൊരു എനിക്ക് തോന്നിയില്ല അത് ചെയ്തത്. എന്നിട്ട് കുറച്ച് പേടി അതൊക്കെ തോന്നി. ആ സിനിമയിൽ ഇങ്ങനെ മുഴുകി ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്നല്ലേ ആ ചാത്തൻ കയറി വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ ചാത്തൻ കയറി വരുന്നത്. നമ്മൾ അങ്ങനെ ഒരാളെ പ്രതീക്ഷിക്കുന്നേ ഇല്ല. കാരണം അത് കത്തി തീരുമ്പോൾ നമ്മൾ ഓർത്ത് അവിടെ കൊണ്ട് തീരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ പെട്ടെന്നാണ് ചാത്തൻ അതിൽ നിന്ന് പൊങ്ങി വരുന്നത്. അപ്പോഴാണോ പേടിച്ചു പോയത്?
കണ്ണ് നല്ല രസമുണ്ട് കാണാൻ. കണ്ണിൽ എനിക്കും ആ സിനിമയിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ആ ലെൻസ് വെച്ചൊരു പോർഷൻ ഇങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ കാണിക്കത്തില്ല, ഇങ്ങനെ ഇരുന്നിട്ടൊരു സീന്. അത് കാണുമ്പോൾ എനിക്ക് ആ കണ്ണ് എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിരുന്നു. എനിക്ക് എന്തോ പോലെ തോന്നും. നമുക്ക് ഒറ്റ നോട്ടം നോക്കത്ത് അപ്പം തന്നെ നമ്മൾ മുഖം വലിച്ചു കളയും. എത്ര മിനിറ്റ് എടുത്തു ഈ അല്ലെങ്കിൽ എത്ര മണിക്കൂർ എടുത്തു മേക്കപ്പും കഴിഞ്ഞിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്? മേക്കപ്പ് കഴിഞ്ഞിട്ട് പിന്നെ 12 മണിക്കല്ലേ മേക്കപ്പ് കഴിഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ കഴിക്കണമായിരുന്നു. ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, അമ്മയാണ് അതുകൊണ്ട് വാഴി തന്നത്. അത് എന്നിട്ട് 12 മണി കഴിഞ്ഞിട്ട് 1 മണി കഴിഞ്ഞിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ഒരു ബോഡി അതിൻ്റെ അടിയിൽ ഒരു ബേസ്മെന്റ് ഇട്ടില്ല, അതിൻ്റെ അടിയിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു, അവിടുന്ന് കയറുമായിരുന്നു. ഓ, അതായത് ആ കത്തി തീരുന്നതിന്റെ അടിയിൽ ഒരു ബേസ്മെന്റ് ഉണ്ട്, അതിന്റെ അടിയിൽ നിന്നാണ് പൊങ്ങി വരുന്നത്. അതുവരെ അടിയിലിരിക്കുകയാണ്. അപ്പൊ ആക്ഷൻ ഒക്കെ പറയുമ്പോൾ നമുക്ക് എവിടെ നിന്നായിരുന്നു ഇത് കിട്ടിയത്? അതൊക്കെ കേൾക്കാൻ പറ്റും, എല്ലാം കേൾക്കാൻ പറ്റും. ഓ സൂപ്പർ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു ഡൗട്ടാണ്, ഈ മേക്കപ്പ് റെഡ് കളറായിരുന്നു? കാരണം ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലേ ഇത് കണ്ടത്, ഞങ്ങൾക്കറിയില്ലല്ലോ കളർ ഏതാന്ന്. മേക്കപ്പ് റെഡ് കളർ ഒന്നല്ലേ, മുമ്പേ പോയായിരുന്നു. അവിടെ ഒരു ലിക്വിഡ് ആണോ സാധനമൊക്കെ തേച്ച് അതിന് അളവൊക്കെ എടുത്തായിരുന്നു. ഓ, ആദ്യമേ അളവൊക്കെ എടുത്തിരുന്നു. പിന്നെയും ഒരു വട്ടം മുമ്പേ പോയി. അത് ആ കോസ്റ്റ്യൂം ഒന്ന് ഒട്ടിച്ച് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാനായിരുന്നു. അതിനെ ചെയ്തിട്ട് പിന്നെ ഇവിടെ എറണാകുളത്ത് സ്റ്റുഡിയോ വെച്ചിട്ടായിരുന്നു പിന്നെ ഇതൊക്കെ ചെയ്തത്. ഉടുപ്പായിരുന്നു, എന്തായിരുന്നു സംഭവം? അത് പാർട്സ് ആയിട്ട് ഇരിക്കുന്നത്, അതായത് പാർട്സ് ആയിട്ട് ഉടുപ്പ് പോലെ. അപ്പൊ ഇതിനകത്ത് ഉടുപ്പല്ല, നമ്മളെ ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു പാർട്സ്, പിന്നെ കാലൊക്കെ വേറെ പാർട്സ് ആയിട്ട് ഇരിക്കുന്നത്. ഇതിനടിയിൽ എന്തിരുന്നായിരുന്നു ഇട്ടിരുന്നത്? അടിയിൽ ഇത്ര ഷോർട്സ് ആയിരുന്നു ഇട്ടിരുന്നത്. ഷോർട്സ് മാത്രം. എന്നിട്ട് അതിന്റെ മേളിലാണ് എല്ലാം സെറ്റ് ചെയ്തത്. പിന്നെ അതിനുശേഷം മുഖത്തായിരുന്നു മേക്കപ്പ് കൂടുതൽ വന്നത്. ഇപ്പൊ ഇത് നമുക്ക് പാർട്സ് ആയിട്ട് വെക്കാൻ പറ്റും, അതിനുശേഷം മുഖത്തായിരുന്നു മേക്കപ്പ് കൂടുതൽ. ഇവിടെയും ഇത്ര മാസ്ക്, പിന്നെ പുറകിൽ ഇവിടുന്ന് ഇത്ര മുടിയൊക്കെ മാസ്ക് ചെയ്ത് വെച്ചിട്ട് അല്ലേ? എന്നിട്ട് ഈ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം എപ്പോഴെങ്കിലും കണ്ണാടി നോക്കിയായിരുന്നു? മേക്കപ്പ് ചെയ്തോണ്ടിരിക്കും, പിന്നെ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുന്നു. ആണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കിയായിരുന്നു? നോക്കിയപ്പോ എന്ത് തോന്നി? ഞാൻ തന്നെയാണോന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ആളാരാന്ന്. അപ്പോൾ പേടി തോന്നിയായിരുന്നു? എനിക്ക് കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല, ഒറിജിനലായിട്ട് എനിക്ക് പേടി തോന്നിയായിരുന്നു. എനിക്ക് അപ്പം ചെറിയ പേടിയൊക്കെ തോന്നി. ആ ഫോട്ടോ എങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടോ? ആ ഫോട്ടോ ഉണ്ടെന്ന് തോന്നുന്നു. ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. അല്ല, ആ സമയത്ത് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല, വെളിയിൽ പോയാലേ അതുകൊണ്ട് ആ സമയത്ത് എടുക്കാൻ സമ്മതിക്കത്തില്ല. അത് അവര് ക്രൂ നമ്മളോട് പറയും എടുക്കരുതെന്ന് പറയും. മമ്മൂട്ടി സാറിനെ എപ്പോഴാണ് കണ്ടത്? അത് ഈ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഓണത്തിന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഓ, നിങ്ങൾക്കൊരു ഗെറ്റ് ടുഗദർ പോലെ അവിടെ ഉണ്ടായിരുന്നു. അന്ന് വെച്ചാണ് മമ്മൂട്ടി കണ്ടത്. എന്നിട്ട് സംസാരിച്ചു, പക്ഷെ ഇന്ന ചാത്തനാണെന്നും അറിയത്തില്ലായിരുന്നു. ചാത്തനാണെന്ന് അപ്പഴേ മനസ്സിലായത്. സാറിന് അറിയായിരുന്നു? ഓണ പരിപാടിക്കില്ലേ മമ്മൂട്ടി പോയി കണ്ടില്ലേ, അപ്പൊ മമ്മൂട്ടി ചോദിച്ചു ഇവനാണോ ചാത്തൻ. ഓ, ചോദിച്ചു ഇവനാണോ എന്റെ ചാത്തനല്ലേ? എന്നിട്ട് ഞാൻ പറഞ്ഞ ഞാനാണെന്ന്. പിന്നെ വീടും പേരും ഒക്കെ ചോദിച്ചത്. ആണല്ലേ? ഇപ്പൊ 7ാം ക്ലാസ് 8ാം ക്ലാസ് അത്ര 8ാം ക്ലാസ്സില് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ കിട്ടിയേക്കുന്നത് മമ്മൂട്ടി സാറിന്? ചില ഒരുപാട് പേര് ഇങ്ങനെ അഭിനയം ഇങ്ങനെ ക്രേസ് ആയിട്ട് നടക്കുന്നവരുണ്ട്, അവർക്കൊന്ന് കണ്ടിട്ടൊരു ഹായ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അതിനിടയിലാണ് ആ സിനിമയെ ബേസ് ചെയ്യുന്ന ചാത്തൻ എന്നത് ആളായിട്ട് അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമല്ലേ. ഇപ്പൊ കൂട്ടുകാരൊക്കെ എന്നാ പറഞ്ഞു, മമ്മൂട്ടിയെ കണ്ടോ, നീ സത്യമായിട്ടും കണ്ടോ എന്നൊക്കെ ചോദിച്ചോ? എങ്ങനെയാ ചോദിച്ചവരൊക്കെ? എക്സൈറ്റഡ് ആയിട്ടല്ലേ ചോദിച്ചത്? എങ്ങനെയാ ചോദിച്ചേ? മമ്മൂട്ടിയെ കണ്ടോന്ന് ചോദിച്ചു. മമ്മൂട്ടി എന്തൊക്കെ ചോദിച്ച് അതൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പം എന്നെ സ്കൂളിൽ ഇപ്പം ഞാൻ ചാത്തെന്ന് പറഞ്ഞപ്പോ എല്ലാവരും എന്നെ ചാത്താന്ന് വിളിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ എല്ലാവരും ചാത്താന്നാണല്ലേ? ഇത്ര നാളെ നല്ലൊരു പേരുണ്ടായിരുന്നല്ലേ? ഇപ്പൊ ആകാശ് എന്നുള്ള പേര് മാറ്റി ചാത്തൻ എന്നാക്കി. ആകാശ് ചാത്തൻ എന്നാണോ വിളിക്കുന്നത്? അല്ല, ചാത്തൻ. ആകാശം വെട്ടി ചാത്തൻ എന്നാക്കി അല്ലേ? ടീച്ചേഴ്സ് ഒക്കെ എന്നാ പറഞ്ഞു? അവർക്ക് ഭയങ്കര ഹാപ്പി അല്ലേ? കാരണം മമ്മൂട്ടിയെ പോലെ ഒരാളുടെ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പടം, അത് നല്ല രീതിയിൽ ഓടിയൊരു പടത്തിന്റെ ഒരു ഇതില് ഭാഗമാകുമ്പോ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ്സാ. വീട്ടിലുള്ളവരെ കുറിച്ചൊക്കെ പറ. വീട്ടിലുള്ളത് അമ്മയും അപ്പൂപ്പനും ചേട്ടനേ ഉള്ളൂ. അമ്മയാണെങ്കിൽ എല്ലാം അമ്മയും ചേട്ടനും അപ്പൂനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു ചെയ്തത്. പ്രേതങ്ങളെയൊക്കെ വിശ്വാസമോ പേടിയുണ്ടോ? എനിക്ക് പ്രേതനൊന്നും കാണണമെന്നൊക്കെ ഉണ്ട്. ഞാൻ കണ്ടല്ലോ. ഇപ്പം മമ്മൂട്ടി സാറിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം നേരിട്ട് കണ്ടപ്പം വല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു? ആ കണ്ടപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തോന്നി. ആദ്യമായിട്ട് കാണാത്ത ആളെയൊക്കെ കാണാൻ നേരത്ത് പെട്ടെന്ന് ആരാധകനായിരുന്നു? സത്യം പറഞ്ഞു. സത്യന വിജയുടെ. ഇനി പോരട്ടെ, മലയാളത്തിലാ? മലയാളത്തിൽ മമ്മൂട്ടി. അതിപ്പോഴല്ലേ? അല്ല, പറയല്ലേ? സത്യം. ഇപ്പോൾ ഒരാളെ കണ്ടാൽ ഭയങ്കര സന്തോഷമായിട്ട് തോന്നും, പക്ഷെ അവിടെ ചെന്ന് കാണാൻ നേരത്ത് അങ്ങനെയൊന്നും തോന്നത്തില്ല. ഇതാണ് ഒറിജിനൽ. അതായത് നമുക്ക് ഒരേ സമയം സന്തോഷവും സങ്കടവും പേടിയും, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ കാണുമല്ലെന്ന് വിചാരിച്ച ഒരാളെ കാണുമ്പോഴത്തേക്കും നമ്മൾ ആ സമയം ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മളുടെ ഒരു റിലേ കട്ടായി പോകും അല്ലേ? അതല്ലേ സംഭവം.
അങ്ങനെയാണ് വിജയ് നേരിട്ട് കണ്ട എന്ത് പറയും? വിജയ് എന്നൊക്കെ പറയുമ്പോ കണ്ടൊക്കെ മിഴിഞ്ഞാ വരുന്നത് പറ. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ആക്റ്റീവ് അല്ലല്ലേ? ചെറുതായിട്ട് ചെറുതായിട്ടും ഇല്ല, ആള് ഭയങ്കര സൈലന്റ് ആണ്. ഞാൻ കുത്തിയാണ് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്, എന്നിട്ടും എന്നോട് സംസാരിക്കുന്നില്ല. എന്നെ പരിചയമില്ലാത്തതുകൊണ്ടാണോ സംസാരിക്കാത്തത്? അതാണോ? നീ പരിചയപ്പെട്ടിട്ട് നമ്മൾ എപ്പോൾ സംസാരിക്കാനാ? പക്ഷെ ഡാൻസ് പറഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നന്നായിട്ട് കളിക്കാൻ പറ്റും അല്ലേ? അത് മനസ്സിലായി. ഈ ചിലവരങ്ങനെയാണ്, അവരുടെ കഴിവുകൾ ചിലവർക്ക് സംസാരിക്കാനുള്ള കഴിവായിരിക്കും, ചിലവർക്ക് അത് പെർഫോം ചെയ്ത് കാണിക്കാനായിരിക്കും. ആകാശിന് എന്താണെങ്കിലും പെർഫോം ചെയ്യാനായിരിക്കും. എന്തായാലും ആകാശെ വളരെയധികം സന്തോഷം, ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച ചാത്തൻ അല്ലേ? ഇനിയും പടങ്ങൾ ഉണ്ടാവട്ടെ. സിനിമയിൽ താല്പര്യമുണ്ടോ ഇനി കണ്ടിന്യൂ ചെയ്യാൻ? താല്പര്യമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അവസരങ്ങൾ തേടി വരട്ടെ. താങ്ക് യു.